ഗേറ്റ് അടവ് സമയത്ത് ബസ്സുകൾ വന്നാൽ തന്നെയും അവർ രണ്ട് സൈഡിലായിട്ട് അവിടുന്ന് എതിരെ വരുന്ന ബസ് ഈ ബസ് കൂടെ വന്ന് കഴിഞ്ഞാൽ റോഡങ്ങ് ബ്ലോക്കാവും, കംപ്ലീറ്റ് ബ്ലോക്കാവും. വർക്കലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള റെയിൽവേ ഗേറ്റുകളിൽ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാരുടെ ദുരിതത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരം കണ്ടെത്താതെ അധികൃതർ. മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും അവഗണന മാത്രമാണ് നേരിടുന്നത്. ഗതാഗത കുരുക്ക് തന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. കാരണം ട്രെയിനുകളുടെ എണ്ണം കൂടിയപ്പോൾ അടിക്കടി ഗേറ്റടം ഉണ്ടാവാറുണ്ട്. 4 റോഡ് വന്ന് ചേരുന്ന ഒരു ഭാഗമാണിത്. 4 വശത്തുനിന്ന് റോഡ് വന്ന് സംഗമിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗതാഗത കുരുക്ക് ഇവിടെ സ്ഥിരമായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഒരു ഓട്ടം തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഗേറ്റ് അടവ് സമയത്ത് ബസ്സുകൾ വന്നാൽ തന്നെയും അവർ രണ്ട് സൈഡിലായിട്ട് അവിടുന്ന് എതിരെ വരുന്ന ബസ് ഈ ബസ് കൂടെ വന്ന് കഴിഞ്ഞാൽ റോഡങ്ങ് ബ്ലോക്കാവും, കംപ്ലീറ്റ് ബ്ലോക്കാവും. ഇത്രയും വർഷങ്ങളായിട്ട് ഇതിവിടെ തുടർന്ന് വരെയില്ലേ. ഒന്നിയൊരു മേൽപ്പാലം വരണം, അടിയന്തരമായിട്ട് പെട്ടെന്നൊരു മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഇവിടുത്തെ റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കുന്നതോടെ കിലോമീറ്ററുകളോളമാണ് വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷമാകുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കും അടിയന്തര ചികിത്സയ്ക്കായി പോകുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ വാഹനങ്ങൾ പോലും ഈ ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഗേറ്റുകൾ തുടർച്ചയായി അടച്ചിടുന്നത് കാരണം സ്വകാര്യ ബസ്സുകളുടെ സമയക്രമം തെറ്റുകയും ഇത് പലപ്പോഴും ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾക്കും കേസുകൾക്കും വരെ വഴിവെക്കുന്നുണ്ട്. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കണ്ണമ്പ ഗേറ്റ്, പുന്നമൂട് റെയിൽവേ ഗേറ്റ്, ജനതാമുക്ക് ഗേറ്റ്, മൂന്നുമുക്ക് കൂടാതെ ഇടവ റെയിൽവേ ഗേറ്റ് എന്നിങ്ങനെ നിരവധി റെയിൽവേ ഗേറ്റുകളാണ് ഈ മേഖലയിലുള്ളത്. ഇടവയിലെ മേൽപ്പാല നിർമ്മാണത്തിന് വലിയ രീതിയിൽ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെട്ടുവെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രാരംഭഘട്ടം പോലും ആരംഭിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജനങ്ങളുടെ കണ്ണ് കെട്ടാൻ ഉദ്ഘാടനങ്ങൾ നടത്തുകയും അത് കഴിഞ്ഞാൽ ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുങ്ങുകയും ചെയ്യുന്ന പഴയ അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും മാറ്റമുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേൽക്കുകയും മണ്ഡലത്തിൽ വി ജോയ് വീണ്ടും MLA ആയി എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്രാവശ്യമെങ്കിലും വർക്കലയിലെയും ഇടവയിലെയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് വർക്കലക്കാർ. വിസ്മയ ന്യൂസ്, വർക്കല.